അസ്സലാമു നമസ്കാരം. ഈ ട്രാവലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെറിയൊരു ഡിഷാണ് ചെയ്യാൻ പോകുന്നത്. അതായത് തന്തൂരി ചിക്കൻ ചെയ്യുന്നത് നമ്മൾ തന്തൂരി അടുപ്പില്ലാതെയാണ്. ജസ്റ്റ് ഫ്രൈ പാനിൽ ചെയ്ത് ഒരു ചാർക്കോളിട്ട് കരിച്ച് ജസ്റ്റ് അത് ഉണ്ടാക്കുന്ന രീതിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നമ്മുടെ മലയാളികൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ, കമൻറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അത് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. വൃത്തിയായി കഴുകി വരഞ്ഞ ചിക്കൻ നമുക്കൊരു 4 പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മുടെ തന്തൂരി ചിക്കൻ ചെയ്യാനായിട്ട് കുറച്ച് യോഗട്ട് ചേർക്കുന്നത്, തൈര് ചേർക്കുന്നില്ല. തൈരാകുമ്പോൾ കുറച്ച് പുളി കൂടുതൽ തോന്നും, അപ്പോൾ യോഗട്ടാണ് ചേർത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആയിട്ടില്ല, ജസ്റ്റ് ചതച്ചിട്ടുള്ളൂ. ഞാനത് പേസ്റ്റാക്കി എടുത്തിട്ടില്ല. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കസൂരി മേത്തി, ഒരു പിഞ്ച് കസൂരി മേത്തിയാണ്, കുറച്ച് ജീരപ്പൊടി, ചെറിയ ജീരകപ്പൊടി ചേർക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്ത് നമുക്കൊരു അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നന്നായി തേച്ച് പിടിച്ച് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യുക. പാൻ ചൂടായിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ചേർക്കാം. അതായത് ഓയിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാൻ നെയ്യാണ് ചേർക്കുന്നത്. ചൂടായ നെയ്യിലേക്ക് നമുക്ക് ചിക്കൻ മെല്ലെ എടുത്ത് വെക്കാം. ഒരു ലോ ഫ്ലെയിമിൽ നമുക്കൊരു 1 മിനിറ്റ് 1.5 മിനിറ്റ് കൂടുമ്പോൾ അത് മറിച്ചിട്ട് സ്ലോ ലൈറ്റ് വേവിച്ചെടുക്കുക. ഇത് കുറച്ച് ജിഞ്ചർ ഗാർലിക് ചതച്ചത് കൂടി ചേർക്കുന്നുണ്ട്. അതിൻ്റെ സ്മെല്ലൊന്നും കൂടി നന്നായി കിട്ടാൻ വേണ്ടിയിട്ടാണിത്. നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ചുകൂടി ജിഞ്ചർ ഗാർലിക് ചതച്ചത് ചേർക്കുന്നുണ്ട്. രണ്ട് സൈഡും നന്നായി മറിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ട് നമുക്ക് ഏകദേശം കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കുക്കായ ചിക്കൻ നമുക്കൊരു പാത്രത്തിലേക്ക് എടുത്ത് ഒരു ചാർക്കോൾ കത്തിച്ച് ഒരു സ്റ്റീലിൻ്റെ ബൗളിൽ മറ്റോ വെച്ച് ഒന്ന് അടച്ച് വെച്ച് 1 മിനിറ്റ് അടച്ച് വെച്ച് ഉപയോഗിക്കാം. ഞാൻ സ്റ്റീൽ കിട്ടാത്ത കാരണം സെറാമിക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ തന്തൂരി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളിയാണ്. വേവൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. ആ ഒരു ഫ്ലേവറും ചാർക്കോളിൻ്റെ ഫ്ലേവറും ശരിക്കും നമുക്ക് കിട്ടുന്നുണ്ട്. അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഹാവ് എ ഗുഡ് ഡേ.